Dear students, welcome all of you once again to History of English Language and Literature class meant for Semester 3 BA English and Communicative English program. This video is based on module number 3, chapter number 1, The Enlightenment. Before you watch this video, please go back to the previous videos that been prepared on this chapter and come back to this video. The topic that is going to be discussed in this video is the periodical essay in the 18th century. 18ാം സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായ ഒരു പ്രത്യേക രചനാ സമ്പ്രദായത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെയധികം പ്രാധാന്യമുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിന് നിങ്ങൾ നന്നായി ശ്രദ്ധ കൊടുക്കുക. So there can be many questions come from this area in the university exam. So go through the details around this topic in your textbook. The periodical essay was the popular genre of this age. ഈ കാലഘട്ടത്തിലെ 18ാം സെഞ്ചുറി അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഗദ്യ സാഹിത്യ രചനാ സമ്പ്രദായമായിരുന്നു പീരിയോഡിക്കൽ എസ്സേ എന്നുള്ളത്. And it quickly became the bread and ale of all the sections of the society. സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ജനങ്ങൾക്കും ഇഷ്ടമുള്ള വായിക്കാൻ ഇഷ്ടപ്പെടുന്ന രചനയായി പീരിയോഡിക്കൽ എസ്സേ മാറുകയുണ്ടായി. So in the textbook you can see the reasons or certain factors behind the popularity of periodical essay. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ഈ പീരിയോഡിക്കൽ എസ്സേ എന്തുകൊണ്ടാണ് ഈ പ്രത്യേക കാലഘട്ടത്തിൽ ജനപ്രിയമായ ഒരു ഗദ്യ രചന സമ്പ്രദായമായി മാറിയതെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. There are 6 reasons behind this periodical essay became very popular in the 18th century. 6 പ്രധാന കാരണങ്ങൾ ഈ പീരിയോഡിക്കൽ എസ്സേയുടെ പോപ്പുലാരിറ്റിക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദ റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്. ആദ്യമായിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ വളർന്നു വന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ആയി വന്ന മിഡിൽ ക്ലാസ് എന്ന വർഗം അത് പീരിയോഡിക് എസ്സേക്ക് ഒരു കാരണമായി തീർന്നു. ദ റൈസ് ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്. The people who belong to the middle class came to a higher and dominant position during this time, and that contributed the development of the periodical essay in the 18th century. And second, the brevity of its form. The writing style that been chosen for periodical essay was a distinct one, and the brevity and the form that been used in the periodical essay attracted people and prompted them to read it. ഈ രചനാ സമ്പ്രദായത്തിൽ പീരിയോഡിക്കൽ എസ്സേ എന്ന് വെച്ചാൽ തന്നെ ഒരു ഉപന്യാസ രചനയാണ്. അത് പീരിയോഡിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വാരികകളായിട്ട്, അതുപോലെ തന്നെ ആഴ്ച പതിപ്പായിട്ട്, മാസികകളായിട്ടൊക്കെ വരുന്ന ഉപന്യാസ രചനകളായിരുന്നു പീരിയോഡിക്കൽ ഉണ്ടായിരുന്നത്. ഈ രചനയിൽ എഴുത്തുകാർ ഉപയോഗിച്ച ആ ഗദ്യ രചന സമ്പ്രദായം, പ്രത്യേകിച്ചും സംക്ഷിപ്തമായിട്ടുള്ള ആ ഒരു രചനാ രീതി വായനക്കാരെ സ്വാധീനിച്ചു. ദാറ്റ്സ് വൈ ദ ബ്രെവിറ്റി ആൻഡ് ദ ഫോം ദാറ്റ് ബീൻ യൂസ്ഡ് ഇൻ ദ പീരിയോഡിക്കൽ എസ്സേ അട്രാക്റ്റഡ് റീഡേഴ്സ്. ആൻഡ് ദെൻ ഇറ്റ്സ് ഫെയ്ത്ത്ഫുൾ റിഫ്ലക്ഷൻ ഓഫ് ദ കണ്ടംപററി സൊസൈറ്റി. സോ വി ക്യാൻ സീ ദാറ്റ് periodical essays reflected very well the manners of the contemporary society. സമകാലീന സമൂഹത്തെ നന്നായി വരച്ചു കാട്ടുവാൻ, പ്രതിഫലിപ്പിക്കുവാനായിട്ട് പീരിയോഡിക് എസ്സിന് കഴിഞ്ഞിരുന്നു. അത് പീരിയോഡിക്കൽ എസ്സേയുടെ ഒരു വളർച്ചയുടെ കാരണമായി. So then its suitability for the moral temper of the age. The moral temper of the age was so suitable for the development of the periodical essay. 18ാം സെഞ്ചുറിയിലെ ജനങ്ങളുടെ ധാർമ്മിക കാഴ്ചപ്പാട് അത്
പീരിയോഡിക്കൽ എസ്സേ, അവരുടെ ജീവിത രീതികൾ, ശൈലികൾ, അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ പീരിയോഡിക്കൽ എസ്സേയുടെ ഡെവലപ്മെൻറ്റിനായി കാരണമായി തോന്നുന്നത്. So the suitability of the it was suitable for the moral temper of the age. Then its appeal to the men and its avoidance of political and religious controversies. So the women also, they tend to read the periodicals. Then the periodicals, the writing, the topics that been covered in the periodicals abstain from the political and religious controversies of the time. ആ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ അതുപോലെ മതപരമായിട്ടുള്ള സംഘർഷങ്ങളിൽ നിന്ന് പീരിയോഡിക്കൽസ് ഒഴിഞ്ഞു നിന്നു. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പീരിയോഡിക്കൽ എസ്സേകൾ കൈകാര്യം ചെയ്തിരുന്നില്ല. മറുപക്ഷത്ത് സാഹിത്യ രചനകളൊക്കെ അന്നത്തെ രാഷ്ട്രീയ അതുപോലെ തന്നെ സഭാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വലിച്ചിഴയ്ക്കുന്നതും അതിനെപ്പറ്റിയുള്ള അവലോകനമൊക്കെ ആയിരുന്നു മറ്റുള്ള സാഹിത്യ മേഖലകൾ. അവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹിത്യ രചനയായിരുന്നു പീരിയോഡിക്കൽ എസ്സേ. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ താല്പര്യമില്ലാത്ത ജനങ്ങൾക്ക് വായിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരു തരം രചനകളായിരുന്നു പീരിയോഡിക്കൽസ്. ആൻഡ് now we will come to see some of the important writers that who have contributed for the periodicals. The first name that appears in the prominent place is Daniel Defoe, and his work, the review, is very particular to be noted when you study the periodical essay in the 18th century. So Daniel Defoe anticipated the periodical essay in his the review. So Daniel Defoe ആണ് ഈ പീരിയോഡിക്കൽ എസ്സേയുടെ ഒരു രചനാ സമ്പ്രദായം ആദ്യമായിട്ട് ആവിഷ്കരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലേഖനമായ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക്കലായിട്ടുള്ള ദ റിവ്യൂ എന്ന് പറയുന്ന ഒരു വർക്ക്, അത് പീരിയോഡിക്കലായിട്ട് അപ്പിയർ ചെയ്ത ഒരു എഴുത്തായിരുന്നു. So Daniel Defoe anticipated the periodical essay in his the review. It was a ഒരു പീരിയോഡിക്കലായി അപ്പിയർ ചെയ്ത ഒരു പതിപ്പായിരുന്നു ദ റിവ്യൂ എന്നുള്ളത്. അത് അതിൻ്റെ ഓതർ ഡാനിയൽ ഡിഫോ ആയിരുന്നു. സോ വിച്ച് റാൻ ഫോർ 9 years ഫ്രം 1704 to 1713. 1704 തൊട്ട് 1713 വരെ നിരന്തരമായി പബ്ലിഷ് ചെയ്യപ്പെട്ട ദ റിവ്യൂ എന്ന പീരിയോഡിക്കൽ, അതിൻ്റെ രചയിതാവ് ഡാനിയൽ ഡിഫോ ആയിരുന്നു. സോ its aim was mainly political, but it also dealt with topics of social relevance like gambling, drunkenness and dueling. പൊളിറ്റിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു രചനയായിരുന്നെങ്കിൽ പോലും മറ്റുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളായ, സമൂഹത്തിൽ ജനങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള വിഷയങ്ങളായിട്ടുള്ള ഗാംബ്ലിംഗ്, ഡ്രാങ്കന്നസ് ആൻഡ് ഡ്യുവലിംഗ്, ചൂതാട്ടം, അതുപോലെ മദ്യപാനം, അതങ്ങനെയുള്ള വിഷയങ്ങൾ, ഡ്യുവലിംഗ്, ഫൈറ്റ് ബിറ്റ്വീൻ പീപ്പിൾ. ഓക്കെ, സോ ദീസ് ടോപ്പിക്സ് വെയർ ഹാൻഡിൽഡ് ഇൻ Daniel Defoe's The Review. And he created a fictitious, scandalous club which looked into complaints and pronounced judgments. അതുപോലെ തൻ്റെ രചനയിൽ അദ്ദേഹം ഒരു ഫിക്ഷണലായിട്ട് കൊണ്ടുവന്ന ഒരു ക്ലബുണ്ട്. അതിൻ്റെ ക്ലബിൻ്റെ പേര് സ്കാൻഡലസ് ക്ലബ്. ആക്ച്വലി ഇറ്റ് didn't exist in reality. It existed only in his fictional work. അയാഥാർത്ഥ്യമായ രീതിയിൽ, യാഥാർത്ഥ്യമല്ലാത്ത ഒരു ക്ലബാണ് സ്കാൻഡലസ് ക്ലബ്, വിച്ച് വാസ് ആക്ച്വലി ഫിക്ഷണലി ക്രിയേറ്റഡ് ബൈ ഡാനിയൽ ഡിഫോ. ആൻഡ് ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു കംപ്ലൈൻറ്റ്സ് ആൻഡ് പ്രൊനൗൺസ്ഡ് ജഡ്ജ്മെൻറ്റ്സ്. ആ കാലഘട്ടത്തിനുള്ള പ്രശ്നങ്ങൾ, ആ കാലഘട്ടത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളൊക്കെ അവലോകനം ചെയ്യുകയും അതിനുള്ള പോംവഴികൾ നിർദ്ദേശിക്കുന്ന ഒരു ക്ലബ്ബ് അദ്ദേഹം തൻ്റെ എഴുത്തിൽ ക്രിയേറ്റ് ചെയ്തു. സ്കാൻഡലസ് ക്ലബ് എന്നാണ് അതിൻ്റെ പേര്. സോ ഇറ്റ് വിൽ ബി ആസ്ക്ഡ് ഫോർ ദ എക്സാമിനേഷൻ. So it was a fictitious club, scandalous club, which looked into the complaints and pronounced judgments. Then the scandalous club later gave Richard Steele the idea of the trumpet club and Joseph Edison that of the spectator club.
സോ ഈ ഒരു ആശയമായിരുന്നു ഈ ഫിക്ഷണലായി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ക്ലബ്ബ് പിന്നീടുള്ള എഴുത്തുകാർ, പ്രത്യേകിച്ച് 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 റിച്ചാർഡ് സ്റ്റീൽ, അതുപോലെ ജോസഫ് അഡിസൺ, ഇവരും പീരിയോഡിക്കൽ റൈറ്റേഴ്സ് ആയിരുന്നു. അവരുടെ പീരിയോഡിക്കൽസിൽ മറ്റുള്ള ക്ലബ്ബുകൾ, ഇങ്ങനെയുള്ള ഫിക്ഷണൽ ക്ലബ്ബുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം നൽകി. സോ വി ക്യാൻ സീ റിച്ചാർഡ് സ്റ്റീൽ, ഹീ ബ്രോട്ട് ദ ഐഡിയ ഓഫ് ക്രിയേറ്റിംഗ് ട്രംഫറ്റ് ക്ലബ് ഇൻ ഹിസ് വർക്ക്സ്, in his periodicals. Then Joseph Addison, the Spectator Club in his periodical.